നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കാന്ന് ചോദിക്കും. എന്താ ചെയ്യാൻ പോണ? എന്താ റീല് അതല്ല ചെയ്യണത്, എനിക്കറിയാലോ. അപ്പൊ നമ്മളെന്തൊരു ഗസ്റ്റ് ഡ്രിങ്ക് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാരെ വെച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ഇതാണ് ഡ്രിങ്ക് എന്താന്ന് ഞങ്ങൾ പറയുന്നില്ല, അവര് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് പാവയ്ക്ക ജ്യൂസ് ആണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് പണിഷ്മെന്റ്. ഓക്കെ ഈസി എടുത്താൽ മതിയാവും. ആർക്കെങ്കിലും രണ്ടാമത്തെ ട്രൈ ചെയ്യണോ? മനസ്സിലായില്ലെങ്കിൽ കൈ ബാക്കി കെട്ടി വെക്കരുത്. നേരെ അല്ലെങ്കിൽ പ്രൈസ് ഇനി ഓരോരുത്തരായിട്ട് ചെയ്ത് പറഞ്ഞു. ഇനി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് നോക്കാം. ഇത് ഫാന്റെ എന്താ അതില് നിയർലി ക്ലോസ് ആയത് ജിജി ആയിട്ട് വെറുതെ ഫാന്റെ ക്ലോസ് ആയതുകൊണ്ട് ജിജി നമ്മൾ വെറുതെ വിടും. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ എന്ത് ഇത് ചിരിച്ചോണ്ടാണോ ബാക്കി കുടിച്ചിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല. മധുരമില്ലാത്ത പായസം പോലെ. നല്ല കോൺഫിഡൻസ്. ഒന്നും കൂടെ കുടിച്ചോ. പറഞ്ഞോ പറഞ്ഞോളി പറഞ്ഞു. മാറ്റി പറയാൻ പറ്റുമോ? ഒന്ന് മാറ്റി പറയാൻ പറ്റുമോ? ഓക്കെ മാറ്റി പറയാൻ പറ്റും. മാറ്റി പറയാം. അത് ശരിയല്ലോ. നിങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു വിളിച്ചേക്ക് പോലെ കോൾ കോഫി ഞാൻ ബദാം ഷേക്ക് കിട്ടിയില്ലെങ്കിൽ മഹാ ഇത് ഞാൻ പൊളിച്ചെടുക്കും. സിമ്പിൾ
എനിക്കറിയില്ലായിരുന്നു. ഞാനത് എത്തിച്ചേർന്നത് എനിക്കറിയാം. അല്ല അവള് ആദ്യം പറഞ്ഞത് ഞാൻ ലെമൺ ജ്യൂസ് എന്റെ അടുത്ത് മാന്നല്ലേ ഓക്കെ ഞാൻ വീട്ടിൽ കുടിക്കണോ ഇത് ഗോൾഡ് ഞാൻ അമൂലിന്റെ ലസ്സി വെച്ചിട്ടാണ് ഫ്രൂട്ട്സ് ഒക്കെ അറിയാലോ നന്നായിട്ട് കളിക്കണം ഡിസ്ട്രിക്ട് ലെവലിലോട്ട് അവിടെ നാഷണൽ പക്ഷെ ഏറ്റവും കൂടുതൽ തോറ്റ് പാല് പിടിക്കുന്ന സമയത്ത് ഇതൊക്കെ മത്സരം കഴിഞ്ഞ് സമ്മാനം കൊടുക്കാനാണ് ഏകദേശം ഓർമ്മയിട്ടില്ല ഞാൻ കുടിക്കാൻ പോകും ഇതൊരു മറ്റേ സാധനമാണ് അടുത്ത കൊണ്ടുവരാൻ നീ ആർക്കും വേണ്ടുള്ള സെക്കൻഡ് പോയിന്റ് അല്ലേ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എല്ലാരും കുടിച്ചോ എങ്ങനെ പറയാനുള്ളത് ഒന്നും കൂടി ഓടിക്കേ വേണ്ട അതിന്റെ ഒന്നും കൂടി എല്ലാരും തോന്നിട്ടാ കണ്ടുപിടിക്കാൻ പറ്റില്ല ലസ്സിന്നാണ് പറഞ്ഞ എൽസിന്നാണോ ഇത് ഫിഫ്ത്ത് റൗണ്ടാണ് ഇത് കോക്കോ കോക്കോ എന്നൊരു ഡ്രിങ്ക് ആണ് പക്ഷെ ഇത് ബേസിക്കലി മൂക്ക് പോലെയാണ് ഇരിക്കുന്നത് അപ്പോ ഒന്നെങ്കിൽ മൂന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഫ്ലേവർ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ ഓക്കെ. ഇത് ഞാൻ പൂ പോലെ ഉപ്പ് പോലെ എടുത്തിട്ടു ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം. അപ്പൊ ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ജ്യൂസിന്റെ പേര് പറയാ അല്ലെങ്കിൽ ഫ്ലേവർ പറഞ്ഞാൽ മതി. മൂന്നാം ക്ലാസ് ശരിക്കും വലിയത് ഒന്ന് താഴ്ത്തി അത് മറ്റേ കിട്ടിയാ കുടിച്ചില്ലേ ഫ്ലേവർ മനസ്സിലായില്ലേ കുടിക്കാം. ഫ്ലേവർ മനസ്സിലായ പോമഗ്രാനൈറ്റ്സ് എന്ന് പറയുന്നത് കിട്ടിയാ കുടിച്ചോ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് സമൂരി കുടിച്ചിട്ടില്ല പക്ഷെ ഫ്ലേവർ ടെസ്റ്റ് ചെയ്യാലോ.
ആരും കേൾപ്പിക്കല്ല ബിരിയാണി വായൊന്ന് വേഗം കൊറ ചിലപ്പോ റെഡി ആയിരിക്കും ഞാൻ എന്താ പറഞ്ഞു ഒരു റോസ് കൊടുത്തിട്ട് ഇതിന്റെ ഡ്രസ്സിന്റെ കളർ അല്ലല്ല ഇത് മോഗു മോഗുമാണ് മിൽക്ക് ഷേക്ക് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എല്ലാം തെറ്റാ ഓക്കെ എന്തോ ഒരു ഷേക്ക് എന്താ മിൽക്ക് ഷേക്കാണ് ഷേക്കിന്റെ കൂടെ ഫ്ലേവർ ഇതല്ല നേരത്തെ മിൽക്ക് ഷേക്കാ ചോക്ലേറ്റ് എങ്ങനെയോ ശരിയാക്കി ഇവര് രണ്ടുപേരും പിന്നെ അപ്പൊ ലാസ്റ്റ് നമ്മുടെ ജ്യൂസ് നമ്മള് 3 ജ്യൂസ് മിക്സ് ചെയ്ത് അപ്പൊ നിങ്ങള് രണ്ടെണ്ണം പറയുന്നതാണ് ജയിക്കും അഥവാ 3 പേരെണ്ണം പറയുന്ന അയാൾ ജയിക്കും ഫ്ലേവർ പറയുന്നത് ഏതൊക്കെയായാലും ഇപ്പൊ കുറച്ചുകൂടി ഡ്രിങ്ക്സ് ഒക്കെ പറ്റും നിങ്ങൾ നേരത്തെ കുടിച്ച 3 ഡ്രിങ്ക്സ് മിക്സ് ചെയ്തേക്കാം ഇത് മാത്രം കൂടിയാണ് ഏറ്റവും കൂടുതൽ പറയണത് ബ്ലൂബെറി ഫാൻറ്റ അത് പറയണോ അത്ര പറ അത് രണ്ടും ഓക്കെ ബ്ലൂബെറി മാംഗോ ഞാനൊന്നും മിണ്ടത്തില്ല. ഞാനൊരു വികാര ജീവിയാണ്. വാ ഗൈസ് കൊടുക്കേ